ഇതിപ്പോ എന്ത് ചിത്രമാ, കാണാൻ വലിയ പ്രത്യേകതയൊന്നുമില്ല. അതെ, ശരിയാണ്. നിന്റെ തലയ്ക്കകത്തൊന്നും ഇല്ലാത്ത പോലെ തന്നെ അല്ലേ? ഇതൊന്നും വലിയുമെന്ന് എനിക്കറിയാമായിരുന്നു, പക്ഷെ ഇത്ര ദുർബലമാവുമെന്ന് കരുതിയില്ല. അപ്പോ 3 കോമാളികൾ ഇവിടെ തന്നെ ഉണ്ടല്ലേ? ഞാനാണെങ്കിൽ ആകെ പേടിച്ച് അവൻ വന്നാണ് എന്നെ രക്ഷിച്ചത്. എന്താ എനിക്ക് അവനെ പോലെ ഒന്നും ചെയ്യാൻ പറ്റാത്തെ? എന്താ? നിനക്ക് പരിക്കൊന്നും പറ്റില്ലല്ലോ അല്ലേ? പേടിത്തൊണ്ട. നീ പറഞ്ഞതും വളരെ മോശമായി പോയി. ഓഹോ, അങ്ങനെയാണോ? ഇങ്ങനെ സംസാരിച്ചാൽ ആർക്കും നിന്നെ ഇഷ്ടപ്പെടില്ല. ഓക്കെ, എന്നെ പറ്റി അങ്ങനെ വിലയിരുത്തരുത്. എനിക്ക് എല്ലാവരെയും ഇഷ്ടം, കാണാൻ ഭംഗിയില്ലാത്ത നിന്നെ പോലും. കണ്ടിട്ട് എന്തോ പോലെ തോന്നുന്നു. ഈ സായിയുടെ ബുക്കിലെ വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാ സെന്റർ പേജിലെ ചിത്രം ഇൻകംപ്ലീറ്റ് ആണ്. ഇത് കാണാൻ ഒരു രസമില്ലെന്ന് ഞാൻ പറയൂ. എന്റെ ഡെലിവറി റിപ്പോർട്ട് നന്നായിരിക്കും. എനിക്ക് സന്തോഷമുണ്ട്, പക്ഷേ ഡെലിവറി നിഞ്ചെന്ന് പറഞ്ഞ എന്താ? വളരെ പ്രധാനപ്പെട്ട പാർസലുകളും രേഖകളും ഉൾക്കൊള്ളുന്ന ഒരു ജോലിയാണിത്. എന്റെ ജീവിതം പണയം വെച്ച് സുരക്ഷിതമായി അത് എത്തിക്കുന്നു. ഒരു പോസ്റ്റ്മാനെ പോലെ? അല്ല, അത് തീർത്തും വ്യത്യസ്തമാണ്. പോസ്റ്റ്മാന്റെ ജീവിതത്തിന് ആപത്തൊന്നുമില്ല, പക്ഷേ ഞങ്ങളുടെ ഇതിലുണ്ട്. എനിക്ക് മനസ്സിലായി. അപ്പൊ നിങ്ങൾ ജീവൻ പണയം വെക്കുന്ന ഒരു പോസ്റ്റ്മാനാണ്. നിന്നെ എന്താണ് ഞാൻ രണ്ടായി കാണുന്നത്? നരുട്ടോ, നരുട്ടോ. ഒരു മിനിറ്റ്, നീ ക്ലോൺ ജിറ്റ്സു വല്ലതും ഉപയോഗിക്കുവാണോ? എന്നോട് മറച്ചാക്കണ്ട. നിങ്ങൾ ഇരട്ടകളാണോ? അല്ല. ദൈവമേ, ഇവർ രണ്ടുപേരിൽ ആരാണ് ശരിക്കുള്ള ഹിനാറ്റ എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? എനിക്ക് വട്ടുപിടിക്കുമെന്ന് തോന്നുന്നു. നിങ്ങളുടെ ശബ്ദം ഒരേപോലെ തന്നെയുണ്ട്. എനിക്ക് കിട്ടി. ഞാനൊരു ചോദ്യം ചോദിക്കാം, അതിന് ഉത്തരം യഥാർത്ഥ ഹിനാറ്റയ്ക്ക് മാത്രമേ പറയാൻ പറ്റൂ. ശരി, ഹിനാറ്റയുടെ അച്ഛന്റെ പേരെന്താണെന്ന് അറിയാമോ? അത് ഫലിച്ചില്ല. എന്റെ ചോദ്യം അത്ര പ്രയാസമുള്ളതായിരുന്നില്ല, കാരണം ഹിനാറ്റയുടെ അച്ഛന്റെ പേര് എനിക്കറിയില്ല. അപ്പൊ ഇത് സുരക്ഷിതമല്ല. ഞാനതിന്റെ മുകളിലുണ്ടായതല്ലെന്നും പറഞ്ഞ് സന്തോഷിക്കേടാ. പീക്കിന് നിനക്ക് വട്ടാ. അപ്പൊ ആ നിഞ്ചിയെ കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തന്നെ. കഴിഞ്ഞ മത്സരത്തിൽ അവന്റെ ശക്തിയുടെ എല്ലാ തളങ്ങളും നമുക്ക് കാണാൻ കഴിഞ്ഞില്ലെന്നാ എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവന്റെ കഥ എന്താ? ഞാൻ അവനെ പൊടിയാക്കി കളയും, അതാണ് അവന്റെ കഥ. അത് ശരി, പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. കൊള്ളാമല്ലോ, ഇവൻ വളരെ ആവേശത്തിലാണോ? അത് പിന്നെ നിന്നെ കണ്ട ഒരു നല്ല പയ്യനായി തോന്നും. എനിക്ക് നിന്നെ ഇഷ്ടം. അത് പിന്നെ എന്നെ തെറ്റിദ്ധരിക്കരുത്, പക്ഷെ എനിക്ക് നിന്നെ ഒട്ടും ഇഷ്ടമല്ല.